ജീവിതത്തിൽ ചില സത്യങ്ങൾ നമ്മളെ തകർക്കും. പക്ഷെ ചിലപ്പോൾ അതേ സത്യങ്ങൾ നമ്മളെ വളർത്തുകയും ചെയ്യും. എന്റെ പേര് വിഷ്ണു. ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ പ്രണയകഥയാണ്. എന്റെ വിവാഹം ഫിക്സായത് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം. അവളുടെ പേര് ആയിഷ. ഞാൻ അവളെ ആദ്യമായി കണ്ടത് ഒരു ഫാമിലി മീറ്റിംഗിലാണ്. സാധാരണ പെൺകുട്ടി, പക്ഷെ അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു വിഷാദം. വിവാഹം നിശ്ചയിച്ചതിനു ശേഷം ഞങ്ങൾ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. അവൾ വളരെ പൊളൈറ്റായിരുന്നു, പക്ഷെ ഒരിക്കലും സന്തോഷത്തോടെ സംസാരിച്ചില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിനക്ക് ഈ വിവാഹത്തിൽ സന്തോഷമുണ്ടോ? അവൾ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അതെ, അവൾ പറഞ്ഞു. പക്ഷെ അവളുടെ ശബ്ദത്തിൽ സത്യമുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കടന്നു. വിവാഹത്തിന് ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രം. എന്നാൽ എന്റെ മനസ്സിലൊരു സംശയം. വിവാഹത്തിന് 3 ദിവസം മുമ്പ് അവൾ എന്നെ കാണാൻ വിളിച്ചു, ഒരു പാർക്കിൽ. അവൾ എന്റെ മുന്നിലിരുന്നു, കണ്ണുകളിൽ കണ്ണീർ. വിഷ്ണു, ഞാൻ നിന്നോടൊരു സത്യം പറയണം. എന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ബ്രോക്കൻ ഹാർട്ട്. ആ വാക്കുകൾ എന്റെ ലോകം തകർത്തു. ഞാൻ കുറച്ചു നിമിഷം ഒന്നും പറയാനായില്ല. പിന്നെ ഈ വിവാഹം എന്തിന്? ഞാൻ ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ കുടുംബം സമ്മതിക്കുന്നില്ല. അവനെ ഞാൻ വിവാഹം കഴിക്കാൻ കഴിയില്ല. എനിക്ക് കോപം വന്നില്ല, പക്ഷെ വേദന, വലിയ വേദന. നിനക്കവനെ ഇപ്പോഴും സ്നേഹമാണോ? അവൾ തലകുലുക്കി. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. അവളെ നോക്കി. അപ്പോൾ ഈ വിവാഹം നടക്കില്ല. അവൾ അത്ഭുതപ്പെട്ടു. എന്താണ്? നീ സ്നേഹിക്കുന്ന ആളിനൊപ്പം നീ ജീവിക്കണം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ എന്റെ കുടുംബം? ഞാൻ സംസാരിക്കും. ആ ദിവസം ഞാൻ എന്റെ ഹൃദയം തകർത്തുകൊണ്ട് അവളുടെ സന്തോഷം തിരഞ്ഞെടുക്കി. വിവാഹം ക്യാൻസലായി. എന്റെ വീട്ടുകാർക്ക് ഞാൻ തെറ്റായി തോന്നി. പക്ഷേ എനിക്കു മനസ്സിലായിരുന്നു, ഇത് ശരിയായ തീരുമാനമാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. അത് അവളുടെ വിവാഹ ഇൻവിറ്റേഷനായിരുന്നു. അവൾ സ്നേഹിച്ച ആളുമായി വിവാഹം കഴിച്ചു. ഞാൻ വിവാഹത്തിൽ പോയി. അവൾ ബ്രൈഡായി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവളുടെ കണ്ണുകളിൽ സന്തോഷമുണ്ടായിരുന്നു. അവൾ എന്നെ കണ്ടു, അടുത്തേക്ക് വന്നു. വിഷ്ണു, നന്ദി, അവൾ പറഞ്ഞു. കണ്ണുകളിൽ കണ്ണീർ. ഞാൻ ചിരിച്ചു. നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. അവൾ പോയി, പുതിയ ജീവിതത്തിലേക്ക്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. പക്ഷേ എനിക്കൊരു വിഷമവുമില്ല. കാരണം സത്യമായ പ്രണയം സ്വന്തമാക്കുന്നതിലല്ല, വിടുന്ന